പൈനാവ് വാൻവിങ് കുംഫു സതീന്ദ്രൻസ് ഹെൽത്ത് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന കുംഫു ഡെമോൺസ്ട്രേഷൻ ഉദ്ഘാടന കർമ്മത്തിന് ശേഷം സ്റ്റേജിൽ ആദ്യം നടന്ന പരിപാടി എന്ന നിലയിലും ശ്രദ്ധേയമായി. ഫാദർ കുര്യൻ പൊടിപാറയുടെ അനുഗ്രഹാശിസുകളോടെ നടന്ന ഡെമോൺസ്ട്രേഷൻ കുംഫു എന്ന ആയോധന കലയുടെ യഥാർത്ഥ സവിശേഷതകൾ ഗ്രാമീണ ജനതയെ ബോധിപ്പിക്കുന്നതിന് ഇത് ഇടയാക്കി തീർത്തു. ഹോളിവുഡ് സിനിമകളിൽ മാത്രം കണ്ടിട്ടുള്ള ചില പ്രകടനങ്ങൾ കുട്ടികളിൽ ഈ ആയോധന കലയുടെ പ്രചാരം വളർത്തുന്നതിന് ഇടയാക്കി. തിരുവനന്തപുരം നേപ്പാൾ കുംഫു സ്കൂളുകളിൽ നിന്നും ആയോധന കല അഭ്യസിച്ച സിഫു ടിൻസ് ജെയിംസ് 2 വർഷമായി പൈനാവ് പൂർണിമ ക്ലബിൽ കുംഫു ക്ലാസ് നടത്തി വരികയായിരുന്നു. കുംഫു എന്ന ആയോധന കല ചൈനയിൽ ഉടലെടുത്തതും കാലം കഴിയുന്തോറും കരുത്തും കാതിലും വർദ്ധിക്കുന്ന ഒരു മഹാവൃക്ഷം പോലെ ലോകം മുഴുവനും പടർന്നു പന്തലിച്ചുകൊണ്ടിരിക്കുന്നതുമായ ഒരു ആയോധന കലയാണ്. കുംഫുവിൻ്റെ ആചാര്യൻ എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യക്കാരനായ ബോധിധർമ്മനാണ്. ബോധിധർമ്മൻ കളരിയും യോഗയും സമന്വയിപ്പിച്ചാണ് കുംഫു ഉണ്ടാക്കിയത് എന്ന് പറയുന്നുണ്ടെങ്കിലും ചൈനയിൽ അന്ന് നിലനിന്നിരുന്ന കില്ലിംഗ് മാർഷൽ ആർട്സ് എന്ന് പറയുന്ന അതിഭീകരമായ ഒരു മാർഷൽ ആർട്സിനോട് കൂട്ടിച്ചേർത്ത് ആ മാർഷൽ ആർട്സിനെ സോഫ്റ്റ് ആക്കിയാണ് കുംഫു എന്ന് പറയുന്ന ഒരു ആയോധന കല പിറവിയെടുക്കുന്നത്. അതിനുശേഷം ആയോധന കലയിലൂടെ ശരീരം ഉരുക്കാക്കി മാറ്റിയ സന്യാസിമാരെക്കുറിച്ചുള്ള കഥകൾ പറയുന്ന ചലച്ചിത്രങ്ങൾ ചൈനയുടെ വൻമതിലിനെ ഭേദിച്ചുകൊണ്ട് ഹോളിവുഡിലേക്ക് രംഗപ്രവേശനം ചെയ്യുന്ന കാലഘട്ടം മുതലാണ് കുംഫു എന്ന് പറയുന്ന ആയോധന കലയെക്കുറിച്ചുള്ള അതിൻ്റെ ഭീകരമായ ടെക്നിക്കുകളെക്കുറിച്ചും ലോകം തിരിച്ചറിയുന്നത്. മുളകുവള്ളി നിവാസികളുടെ പ്രത്യേക ആവശ്യപ്രകാരമാണ് ഈ സംഘം മുളകുവള്ളിയുടെ മണ്ണിലും കുംഫു പ്രകടനം നടത്തിയത്. നവംബർ 27 കുംഫു ഇതിഹാസമായ ബ്രൂസിലിയുടെ ജന്മദിനത്തിൽ ചെറുതോണിയിൽ വളരെ വിപുലമായ പരിപാടികൾ നടത്തുവാൻ തയ്യാറെടുക്കുകയാണ് ഈ സംഘം. മീഡിയ നെറ്റ് ന്യൂസ്, ഇടുക്കി.